അങ്ങനെ വഴിക്കച്ചവടം പോലെ ഇങ്ങനെ ഇരിക്കുക മീനെ 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 പോയി മീനേ മീൻ കിട്ടിയോ? മീൻ കണ്ടോ? സൂപ്പർ. ഇപ്പൊ എന്റെ കയ്യിൽ നിന്ന് താഴെ പോകും കേട്ടോ, കൂടുതൽ. അങ്ങനെ മീൻ കിട്ടിയിരിക്കുകയാണ്. ചേട്ടാ അടിപൊളി. കാണിച്ചു രക്ഷയില്ല. അങ്ങനെ തകൃതിയായിട്ട് മീൻപിട്ട് നടക്കുവാണ് കേട്ടോ. രണ്ട് മരുമക്കളുടെ അകമ്പടിയോട് കൂടിയാണ്. കണ്ടോ നമ്മൾ കാണുന്ന പോലെ കേട്ടോ, സാധനം ക്വാണ്ടിറ്റി അത്യാവശ്യം ഉണ്ട് കേട്ടോ. നല്ല പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. എണ്ണയ്ക്കകത്ത് ഇങ്ങനെ മൊരിഞ്ഞ് വരികയാണ്. അപ്പൊ അങ്ങനെ നമ്മൾ പിടിച്ച മീൻ, അനിയൻ പിടിച്ച മീനാണ്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഒരു മീൻപിടുത്തമായിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അനിയൻ മീൻ പിടിക്കാൻ ഇറങ്ങിയപ്പോൾ ഞങ്ങൾ വിചാരിച്ച് കൂടത്തി വരാം, ഒരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് മീൻപിടുത്തത്തിലേക്ക് പോകാം. അപ്പോൾ ഞങ്ങൾ നിൽക്കുന്നതാണ് പിണ്ണാക്കനാട് എന്ന സ്ഥലത്താണ് കേട്ടോ. ഇവിടെ ഈ പിണ്ണാക്കനാട് ടൗണിൽ നിന്ന് നേരെ നമ്മുടെ 28 വെച്ചാൽ മുണ്ടക്കയം പോകുന്ന റൂട്ട് ഷോർട്ട് കട്ടാണ്. അവിടെ ചപ്പാത്ത് എന്നൊരു സ്ഥലമുണ്ട്, അവിടെയാണ് ഈ കാണുന്നത് കേട്ടോ. ഇത് മെയിൻ റോഡാണ് ഈ കാണുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഞങ്ങൾ ഒത്തിരി നാളത്തെ ഒരു ആഗ്രഹമാണ് ഈ മീൻ പിടിക്കുന്നതെന്ന് കാണുക എന്നുള്ളത്. അപ്പോൾ എന്താണെങ്കിലും നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഈ മീൻ പിടുത്തമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് കാണണം. അനിയൻ എപ്പോഴും മീൻ പിടിക്കുന്ന കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. മീൻ പിടുത്തം അവനൊരു ഹരമാണ്, ഒരു ഹോബിയാണ്, എപ്പോഴും ചെയ്യുന്ന കേട്ടോ. അവന് മിക്കപ്പോഴും ആഴ്ച 1 തവണ 2 തവണ ഒക്കെ മീൻ പിടിക്കാൻ പോകും, മീനെ കൊണ്ടുവരും. സ്ഥിരമായിട്ട് മീൻ പിടിക്കുകയാണ്, എല്ലാ ദിവസവും മീൻ പിടിക്കുക. അതെ മീനില്ലാത്ത ദിവസമില്ല. അതുകൊണ്ട് മീൻ വീട്ടിൽ കുടുംബത്ത് യാതൊരു പഞ്ഞവും ഇല്ല എന്നുള്ളതാണ്. കാശ് കൊടുത്ത് മീൻ പിടിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടില്ല. അപ്പോൾ എന്താണെങ്കിലും പണ്ടൊക്കെ നമ്മൾ ചൂണ്ടയിടുമായിരുന്നു. ചൂണ്ടയിടും. എനിക്ക് ഇതിനെക്കുറിച്ച് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല. എന്നാലും ഞാൻ ചൂണ്ടയിട്ടുണ്ട്, ചെറിയ മീനെ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഒരു നൂതന മാർഗമാണല്ലോ മീൻ പിടുത്തമൊക്കെ. ഇപ്പോൾ അത് മീനെ കണ്ട് എഴുതി പിടിക്കുന്നില്ല. ഞാനും കണ്ടിട്ടില്ല, കണ്ടു നോക്കട്ടെ. ഞങ്ങൾ കണ്ട് നോക്കാം. എന്നാണെങ്കിലും അനിയൻ ഇതാണ് കാണുന്ന കേട്ടോ തോട് കേട്ടോ. അത്യാവശ്യം വെള്ളമൊക്കെ ഉണ്ട്. വേനൽക്കാലമാണെങ്കിലും വലിയ വറ്റലൊന്നുമില്ല. അപ്പോൾ അനിയൻ പറഞ്ഞു ഈ സമയത്താണ് ഇപ്പോഴും അത്യാവശ്യം മീൻ കിട്ടുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ എന്നാണെങ്കിലും ഞങ്ങൾ മീൻ പിടിക്കുന്നത് കാണാൻ വേണ്ടി, മീൻ എഴുതി പിടിക്കുന്നത് കാണാൻ വേണ്ടി നോക്കി നിൽക്കുകയാണ്. പുള്ളി ഇങ്ങനെ തോടിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കുന്നുണ്ട്. ഇതിൻ്റെ ആളെ കണ്ടുപോലുമില്ല. പുള്ളി ഇങ്ങനെ മീൻ നോക്കി നടക്കുക. ഇതിന് മറ്റൊരു പ്രത്യേകത വെച്ചാൽ നമ്മൾ പണ്ട് ഒരു ഊഹം വെച്ച് ഇത് ചൂണ്ടയെറിയുകയല്ലേ ചെയ്യുന്നത്. ഇതങ്ങനെയല്ല. ഇത് മീനെ കണ്ടു കഴിഞ്ഞാൽ മീനെ ലക്ഷ്യം വെച്ചുകൊണ്ട് എഴുതി പിടിക്കുകയാണ്. അപ്പോൾ അതിനുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു ഉപകരണങ്ങളൊക്കെ ഉണ്ട്. അതിന്റെ പേരൊന്നും നമുക്കറിയത്തില്ല കേട്ടോ. അപ്പോൾ എന്നാണെങ്കിലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം കേട്ടോ. അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ തോട്. അപ്പൊ നമുക്ക് മീൻ പിടിക്കുന്നത് കാണാം. ഇങ്ങനെ പിടിക്കുന്നത് ഞാനും കണ്ടിട്ടില്ല. അപ്പൊ ഏത് പിടിക്കുന്നതൊന്ന് കണ്ട് മീനെ കിട്ടിക്കഴിയുമ്പോൾ കൊണ്ടുപോയി ജസ്റ്റ് ഒന്ന് വറുത്ത് കൂടണം എന്നൊക്കെയുള്ള ആഗ്രഹത്തിലാണ് കേട്ടോ. രണ്ടാടെ മീനെ പിടിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലേക്കാണ്. നമുക്കിതിനെക്കുറിച്ച് കൂടുതൽ ഇതിൻ്റെ ശാസ്ത്രമൊന്നും അറിയത്തില്ല. മീനുണ്ടോ, മീൻ എവിടെയാണുള്ളത്, മീൻ എവിടെയാണ് കാണപ്പെടുന്നത്. ഞാനിങ്ങനെ വെള്ളത്തിലേക്ക് ഇങ്ങനെ നോക്കിയത്, ഇവിടെ ഒന്നും ഞാൻ മീനൊന്നും കണ്ടില്ല. പക്ഷെ അവർ പറയുന്നത് ഇവിടെ മീനുണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇപ്പോൾ കേസ് നമ്മളാണ്ട ഒന്ന് എറിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തെറ്റാലി വിട്ടിട്ടുണ്ട്. മീനടിച്ചിട്ടുണ്ട്. വലിച്ചിട്ടുണ്ടോ? അതാണ്ട് നമ്മൾ കാത്തു മീൻ വലിഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തോ പിടിച്ചിട്ടുണ്ട്. ഇനി മീൻ തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് മേളിലായി കേട്ടോ. 15 ഒരു അരമണിക്കൂർ അടുത്തായി. 1-2 തവണ ഇട്ടിട്ട് ഒന്നും ആയില്ല, പ്രതീക്ഷയില്ല. അപ്പോൾ എന്നാണെങ്കിൽ ഇതാണ് നമ്മുടെ കേട്ടോ. ഇത് ഈ ഞങ്ങളുടെ അടുത്തുള്ളൊരു ചെറിയ കൈത്തോടാണ്. കൈത്തോടെന്ന് പറയാൻ പറ്റുമല്ല, നല്ല അത്യാവശ്യം നല്ലൊരു തോടാണ്. അപ്പം ഇവിടുന്ന് ഇഷ്ടം പോലെ മീനെ പിടിക്കുന്നൊക്കെയാണ് നമ്മുടെ അനിയൻ പറഞ്ഞത്. മീനെ നോക്കിയില്ലായിരുന്നു. അപ്പോൾ എന്നാണെങ്കിൽ മീൻ കിട്ടുമോ ഒന്നും അറിയത്തില്ല. മീൻ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എങ്ങനെയുണ്ടോ എന്ന് നോക്കാം. ഏതായാലും പ്രതീക്ഷയാണല്ലോ, പ്രതീക്ഷ കൈവിടാതെ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഒരു മീനെ കിട്ടിയാൽ മതിയായിരുന്നു. വരാലല്ലേ. ഒരു മീനെ കണ്ടിട്ടുണ്ട്, എങ്ങനെയാണെന്നറിയില്ല. മീൻ കിട്ടി. ഇതാണ് നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. എന്തോ ഇങ്ങനെ കുടുങ്ങിയിട്ടുണ്ട്. മീനാണോ ഇല്ലെന്ന് അറിയത്തില്ല. വരാലാണോ? അപ്പൊ നമ്മളെ കാത്തു പക്ഷി ഇതാണ് സാധനം കിട്ടി. എന്തോ ഒന്ന് തുടങ്ങിയിട്ടുണ്ട്. എന്റെ മീൻ തന്നെയല്ലേ? വരാല്. പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല കൈസ്. അതാണ് എന്നാ ചെയ്തിട്ട് ഒരു കാര്യം എന്തൊക്കെയോ ഉടക്കണം. എനിക്ക് കാണത്തില്ല കേട്ടോ. കിട്ടി. ഇതന്നെ വരാലാണോ? വരാലാണെന്ന് പറഞ്ഞേക്കുന്നത് കേട്ടോ. നമുക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ടൊന്നും അറിയത്തൊന്നുമില്ല കേട്ടോ. ഇത് ലോക്ക് ചെയ്തൊക്കെ തോന്നുന്നില്ലേ? ഹെഡ് ഷോട്ട് ആയിരുന്നു. ആണ്ടാണ്ട്
ഉണ്ട് ഗൈസ്, കിട്ടിയിട്ടുണ്ട്. കാണാൻ ചെറുതായിട്ട് കാണാം. എടുക്കണ്ട, വേറെ എടുക്കാം. അങ്ങനെ നീണ്ട പരിശ്രമത്തിനിടെ നമുക്ക് 2 മീനെ കിട്ടിയിട്ടുണ്ട്. 2 മീന്. അപ്പൊ നമുക്ക് വേണ്ട കിട്ടിക്കുന്ന മീൻ കണ്ടോ, 2 വരാലും 2 ചെറിയ മീനും ഉണ്ട് കേട്ടോ. അപ്പൊ എന്നാണെങ്കിലും ഇന്നത്തെ ഫിഷിംഗ്, ഞങ്ങൾ ഈ മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയത് വെറുതെ ആയില്ല. വളരെ നേരത്തെ ഒരു അധ്വാനത്തിന് ശേഷം ഞങ്ങൾ മീൻ പിടിച്ചു. കിട്ടിയത് നിങ്ങൾ പ്രതീക്ഷിച്ചേക്കണം, നല്ല വലിയ മീനാണ് കേട്ടോ. മീനെ കാണിക്കാവേ. വന്നിട്ട് എന്നാണെങ്കിൽ 3/4 മണിക്കൂർ ആയെങ്കിൽ പോലും ലാസ്റ്റ് സമയത്ത് നമുക്ക് മീൻ കിട്ടി. അവിടെ മീൻ പിടിക്കാൻ വന്ന ആളാണ് കേട്ടോ. അതായത് നമ്മുടെ ലോകത്ത് കണ്ടിവിടെ പുള്ളി വേറെ ലോകത്താണ്. പുള്ളി എന്നാണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പക്ഷേ സത്യത്തിൽ എനിക്ക് ഈ തോട്ടിലോട്ട് എനിക്ക് ഒന്നും മനസ്സിലായില്ല കേട്ടോ. ഇവരൊക്കെ നോക്കുമ്പോൾ തന്നെ ഇവർക്ക് അറിയാം, കറക്റ്റ് അറിയാം മീനുള്ള സ്ഥലമോ അതൊക്കെ എന്തൊക്കെയോ ഇവർക്കൊരു ഗ്രാഹ്യമുണ്ട്. വേണ്ടത് നിമിഷം കൊണ്ട് പുള്ളി വേണ്ട ഈ തോടിൻ്റെ അപ്പുറ സൈഡിൽ വന്നു കേട്ടോ. ഇങ്ങനെ എവിടെയോ എന്തൊക്കെയോ ഒരെണ്ണത്തെ കണ്ടിട്ടുണ്ട്. അതാണ് ഇങ്ങനെ നോക്കി നടക്കണ്ട, നോക്കി നടക്കുന്ന മീൻ നോക്കിയുള്ള നടപ്പാണ്. ഇപ്പോൾ എവിടെയെങ്കിലും കാണുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് പുള്ളി പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല, ഇതൊക്കെ കാടും മേടൊക്കെയാണ്. ഇതേ കണ്ടില്ലേ, ഇതിൻ്റെ അകത്തോടൊക്കെ ഭയങ്കര റിസ്ക് ആണ്. നമ്മൾ ഈ കാണുന്ന പോലൊന്നും അല്ല കേട്ടോ. തോട്ടിൽ നല്ല വെള്ളമുണ്ട്. ഈ വേനൽക്കാലത്ത് ഇത്രയും വെള്ളമുണ്ട് കേട്ടോ. ഇവിടെ അറിയാവുന്നവർക്കൊക്കെ ഇവിടെ അറിയത്തുള്ളൂ. നമ്മളെപ്പോലെ വന്നു കഴിഞ്ഞാൽ നമുക്കൊന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ടോ നല്ല രീതിയിൽ വെള്ളമുണ്ട്. ഇപ്പം അനിയൻ പറഞ്ഞത് ഇവിടുന്ന് അത്യാവശ്യം മീനൊക്കെ പിടിക്കുന്നതാണ്. ആഴ്ച ഒരിക്കലൊക്കെ ഇവിടെ വരാറുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. അവൻ്റെ കിടപ്പ് നോക്കി അടിപൊളി ഗൈസ്. അതാ നമുക്ക് കിട്ടിയ മീനെ ഏതാണ്ട് വീണ്ടും ഉറ്റു നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അടിപൊളി, ഒരു രക്ഷയില്ല മീൻ. അങ്ങനെ വഴിക്കച്ചവടം പോലെ ഇങ്ങനെ ഇരിക്കുക മീനെ മീൻ. അപ്പൊ വേണ്ട ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ മീനെ കിട്ടിയ സന്തോഷത്തെ പുള്ളിക്കാരി മതി മറന്ന് അതിനെ നോക്കിയിരിക്കുകയായിരുന്നു. അതൊന്ന് എടുത്തടി, എങ്ങനെയാണോ നോക്കട്ടെ. വേണ്ടേ? ആഹാ, ഞാനിത് വെട്ടത്തൊന്നും ഇല്ല കേട്ടോ. വെട്ടുന്നതൊക്കെ മമ്മിയാണ്. എനിക്കിത് വെട്ടാനൊന്നും അറിയത്തില്ല. മീൻ വെട്ടാൻ അറിയാം. ഇങ്ങനെയുള്ള മീനെ വെട്ടുന്നതിന് ഇച്ചിരി പരിശീലനം വേണമല്ലോ. അതിനുള്ള സെറ്റപ്പ് ഒന്നും പുള്ളിക്കാരിക്കില്ല. അതുകൊണ്ട് പുള്ളിക്കാരി ഇത് മമ്മിയെ ഏൽപ്പിക്കാന്നാണ് പറയുന്നത് കേട്ടോ. ഒന്നെങ്കിൽ മമ്മി വെട്ടും, അല്ലെങ്കിൽ മോബിന വെട്ടും. അതായത് അനിയത്തിയാണ് കേട്ടോ. അനിയത്തിയൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് വെട്ടുന്നതാണ്. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ആണ്. കാരണം സ്ഥിരമായിട്ട് ഇങ്ങനെ മീൻ കൊണ്ട് കൊടുക്കുന്നു, വെട്ടുന്നു. അതുകൊണ്ട് ചെയ്ത് നല്ല എക്സ്പീരിയൻസ്. അവരൊക്കെ പെട്ടെന്ന് ചെയ്യും. എനിക്കിത് വെട്ടാൻ അറിയത്തൊന്നുമില്ല, ഭയങ്കര പാടാ. എന്നാണെങ്കിലും ഈ ആറ്റുമീനെ തോട്ടുമീനൊക്കെ ഇത് പിടിക്കുക, ഇതിനൊക്കെ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. സാധാരണ നമ്മൾ മേടിക്കുന്ന കടലിൽ നിന്ന് പിടിച്ചു കൊണ്ടുവരുന്ന മീനെ പോലെയല്ല, ഇത് വേറെ ലെവലാണ് സാധനം. ഇത് പിടിക്കാൻ പോലും പറ്റുള്ളൂ. ഈ കയ്യിൽ നിന്ന് വിഴുക്കില്ല, ഇങ്ങനെ വിട്ടുപോവുക ഇതേപോലെ. മീൻ കണ്ടോ, സൂപ്പർ. ഇപ്പം എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോകും കേട്ടോ. കൂടുതൽ റിസ്ക് എടുക്കണ്ട. നേരം കൊണ്ടെല്ലാം തേണ്ട ഈ തോടിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു 1/2 കിലോമീറ്റർ ചുറ്റുള്ളത് നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ പോയിട്ട് ഫലമൊന്നും കാണുന്നില്ല. പിന്നെ അതിന് പ്രതീക്ഷയോടെ ഞങ്ങൾ നോക്കി നിൽക്കുകയാണ്. മീൻ കിട്ടും എന്നുള്ള രീതിക്ക്. എല്ലാം കിട്ടിയോടെ മാറിയില്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ മീനെ നോക്കി. പുള്ളി പറഞ്ഞത്, അനിയൻ പറഞ്ഞത് മീനെ കാണുന്നില്ല, മീനെ കണ്ടിട്ടില്ല എന്നാണ്. എന്നാണെങ്കിലും പ്രതീക്ഷ കൈവിടുന്നില്ല. മീനെ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോട് കൂടി തന്നെയാണ് ഞങ്ങൾ ഇപ്പോഴും നിൽക്കുന്നത്. എന്നാണെങ്കിലും പോകുമ്പോൾ ഏറ്റവും കുറഞ്ഞത് ഒരു കിലോ മീനുകളായിട്ട് കൊണ്ടുപോകണമെന്ന് വലിയ ആഗ്രഹമാണ്. എന്താണെങ്കിലും ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. മീൻ കിട്ടി. മീനാണെന്ന് തോന്നുന്നു. തെറ്റിയിട്ടുണ്ട്. കിട്ടിയോ ഇല്ലയോ എന്നറിയത്തില്ല. കിട്ടിയോടെ? പോയോ? അയ്യോ, ഒരെണ്ണത്തെ കണ്ടായിരുന്നു. പക്ഷേ കേസ് കിട്ടിയില്ല. സാധനത്തെ കണ്ടായിരുന്നു. ഒരു ചേട്ടൻ കാണിച്ചു തന്നാ കേട്ടോ. ഇതുണ്ടോ, ഇവരൊക്കെ ഇവിടെ ഉള്ള ആൾക്കാരാണ്. ഇവർക്കറിയാം മീനൊക്കെ അവിടെ ഉണ്ടെന്നൊക്കെ ഉള്ളതിനെക്കുറിച്ച് കറക്റ്റ് ഗ്രാഹ്യമുണ്ട്. അവരാണ് പറഞ്ഞു കൊടുത്തത്. എൻ്റെ പൊന്നെ, ഇത്ര അടുത്ത സ്ഥലത്ത് ഇതുപോലെ നിഗൂഢതകൾ നിറഞ്ഞ ഒരു സ്ഥലം ഉണ്ടെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇവിടെയൊക്കെ വരുന്നത് കേട്ടോ. വരുന്നത് മാത്രമല്ല, ഇങ്ങനെ കാണുകയൊക്കെ ചെയ്യുന്നത്. ഗൈസ്, നമുക്ക് ആ ചേട്ടൻ കുറച്ച് നിർദ്ദേശങ്ങളുണ്ട്. പുള്ളിക്ക് അത്യാവശ്യം ഈ കളവിനെക്കുറിച്ച് നല്ല ഗ്രാഹ്യമുണ്ട് കേട്ടോ. അദ്ദേഹമാണ് ഇതെല്ലാം അവരെ കാണിച്ചു കൊടുക്കുക ചെയ്യുന്നത്. ഇവർ പരിചയക്കാരാണ് തോന്നുന്നത്. ഗൈസ്, ആ ചേട്ടൻ പിന്നെയും വിളിച്ചു. കണ്ട മീൻ ഉണ്ട് എന്നാണ് പറഞ്ഞത്. പ്രതീക്ഷയോടെ പോയി അവിടെ കിട്ടുമല്ലോ എന്നറിയത്തില്ല. ഉണ്ടാ കിടക്കുന്നതല്ലേ.
കിട്ടിയോ? ഗൈസ് അപ്പോൾ അതേടാ നമ്മുടെ പ്രതീക്ഷ പോലെ സ്ഥാനത്ത് കിട്ടി, വീരെ കിട്ടി. കണ്ട കാഴ്ചക്കാരൊക്കെ ആയി കേട്ടോ. തിരുവാതിര കിട്ടിടി, കാട്ടയ്യോ പോയോ? ആ സ്ഥാനത്ത് കിട്ടിയിരിക്കുകയാണ് മീൻ. എന്താണെങ്കിലും കേട്ടെ ഇതിനെ കാണാൻ പറ്റും കേട്ടോ. ഗൈസ് ചേട്ടത് മീൻ പിടിക്കുന്നത് കാണാൻ തന്നെ ഒരുപാട് ആൾ കൂടിയിട്ടുണ്ട്. രണ്ടാമനാണ് ഇറങ്ങി പോവാട്ടോ, വലിച്ചിട്ട് കിട്ടിയില്ല. വേണ്ട നൂലിന്റെ ഒരൊറ്റ നമ്മുടെ കയ്യിലുണ്ട്. അവനാ പതിയെ ഇറങ്ങി ചെന്നേക്ക് കേട്ടോ, വലിച്ചിട്ട് കിട്ടിയില്ല. അപ്പൊ എന്താണെങ്കിലും വേണ്ട അവൻ പറയുന്നത് അതിന്റെ അകത്തോട്ട് കയറി പോയിട്ട് ഒരു മരത്തിന്റെ ഇടയാണ്. എന്നാലും മീൻ കുടിക്കുന്നുണ്ട് കേട്ടോ. ആ കിട്ടി. ഓക്കേ, ഇതാണ് സാധനം കിട്ടി. ഒന്ന് കാണിച്ചേടേ. ആ അടിപൊളി. ഇതാണ് നമ്മുടെ വേറെ പ്രൊഡക്റ്റാണ് മീൻ. മീനൊന്നും അങ്ങനെ മീൻ കിട്ടിയിരിക്കുകയാണ്. അടിപൊളി. കാണിച്ചു. ഒരു രക്ഷയില്ല. പക്ഷെ മുമ്പത്തെ മീൻ ഇത്രയും പിടപ്പൊന്നുമില്ലായിരുന്നു. ഇതിലും വലിയ അത് തലക്കെട്ട് കൊണ്ടാണ് കേട്ടോ അധികം പിടയ്ക്കായിരുന്നാണ്ട്. ഇതാണ് പിടയ്ക്കുന്നുണ്ട്. അങ്ങനെ 4ാമത്തെ മീൻ കിട്ടിയിരിക്കുകയാണ്. ഗൈസ് ആണ് നമ്മൾ മീൻപിടുത്തമായിട്ട് വന്നപ്പോൾ കണ്ട ഒത്തിരി ചേട്ടന്മാർ കൂടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ വേറൊന്നുമില്ല, എനിക്കിതിപ്പോൾ ഒരു കൗതുകമായിട്ട് തോന്നി. ഒരു രസമാണ് കേട്ടോ. അതുമാത്രമല്ല, തോട്ടിൽ കൂടി നടക്കുന്ന മീൻ, വെള്ളത്തിലുള്ള മീനെ കണ്ട് എഴുതി പിടിക്കുന്നത് ഒരു പ്രത്യേകത തന്നെയാണ്. അത് പ്രത്യേക കഴിവ് തന്നെയാണ്, പറയാതിരിക്കാൻ പറ്റുമല്ല. അനിയനായിട്ട് പറയാമല്ലോ കേട്ടോ. അപ്പം എന്നാലും വളരെ ഹാപ്പി. അങ്ങനെ പിടയ്ക്കണ മീനെ കിട്ടിയിരിക്കുകയാണ് മക്കളെ. പിടയ്ക്കണ മീനെ വെച്ച് തന്നെ നമുക്ക് 4ാമത്തെ മീനോട് കിട്ടിയിരിക്കുകയാണ്. അങ്ങനെ മീനെ കിട്ടിയാൽ അതിൻ്റെ ബാക്കി അതിന്ന് ഫ്രീ ആക്കുന്ന നൂലൊക്കെ എടുത്ത് മാറ്റുകയാണ് കേട്ടോ. കണ്ടോ, ഒരു രക്ഷയില്ല. വേണ്ട, വീണ്ടും മീനുണ്ടെന്നാണ് പറയുന്നത്. അടുത്ത മീന് വേണ്ടിയുള്ള പരിശ്രമത്തിലാണ്. ഇപ്പോൾ തന്നെ ഞങ്ങളൊരു 3 മണിയെ പോകുന്നതാണ്. ഇപ്പം സമയം എത്രയെന്ന് അറിയാം? ഇപ്പം സമയം ഒരു 5:30 മണിയായി. അപ്പോൾ ആ മീനെ കൊണ്ട് ഇപ്പോൾ ഫ്രീ ആക്കി നമ്മുടെ അതിൻ്റെ ഉപകരണങ്ങളൊക്കെ മീനിൽ നിന്നും മാറ്റി കേട്ടോ. അപ്പം ഇത്ര നേരം ഇപ്പം തിരക്കിലായിരുന്നു കേട്ടോ. രക്ഷയില്ല. അപ്പം നമുക്ക് ചോദിച്ചോ എങ്ങനെ ഈ മീൻ പിടുത്തം സാധാരണ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ചൂണ്ട ഞാൻ നേരത്തെ ചൂണ്ടയായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഇതിപ്പോ സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഇതിന്റെ പേര് സ്ലിംഗ് ഷോട്ട് അല്ലേ? ഒരു 3 വർഷമായി സ്ലിംഗ് ഷോട്ട് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. 3 വർഷമായോ? 3 വർഷം ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്. ഇത് എങ്ങനെയാണ് ഇത് ഉന്നം പിടിച്ച് കറക്റ്റ് ഉന്നം വേണ്ടേ? ഉന്നം എയിം ചെയ്ത് നമ്മള് ചെയ്യാം. ഇപ്പം കുറച്ച് മീനൊക്കെ ഇതായിട്ടുണ്ട്. ഹെഡ് ഷോട്ട് അടിക്കുന്ന മീൻ പെട്ടെന്ന് ഡെഡ് ആവും. ഹെഡ് ഷോട്ട് ആണ് അതുകൊണ്ട് ചത്തുപോയത്. തലയിലേക്ക് അല്ലേ? കറക്റ്റ് കണ്ടോ, ഹെഡ് ഷോട്ട് തലയിലോട്ടാ. ഇതാ നമ്മൾ ആദ്യമേ പിടിച്ച മീൻ. അപ്പം ഞാൻ ആദ്യം ഇത് പിടിച്ച ഉടനെ നമ്മൾ ആൾക്കാർ കാണുമ്പോൾ ഇത് ഫേക്ക് ആയിരിക്കും പറഞ്ഞു. അധികം പിടച്ചൊന്നുമില്ല, ജസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒന്ന് പിടയ്ക്ക് മാത്രമേ ചെയ്തുള്ളൂ. അപ്പം തന്നെ ഡെഡായി. പിന്നെയുള്ള മീനൊക്കെ അത്യാവശ്യം പിടിച്ചു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് നമ്മൾ പിടിക്കുന്നത് കണ്ടു, മീനെയും കണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും പിടയ്ക്കുന്നതൊക്കെ കണ്ടു. അപ്പോൾ എന്താണെങ്കിലും അടിപൊളി. ഇതെങ്ങനെ ഈ മീനുള്ള സ്ഥലം എങ്ങനെയാണ് കറക്റ്റ് അറിയാവുന്ന? എങ്ങനെ നമ്മൾ നോക്കിയിട്ട് ഈ വെള്ളത്തിൽ കൊണ്ടൊന്നും കാണാനൊന്നും പറ്റിയില്ല. ഇതെങ്ങനെ മീനുണ്ട് എന്നെങ്ങനെ കണ്ടുപിടിക്കുന്നത്? മീനുള്ള സ്ഥലം നോക്കി നമുക്ക് പോകുമ്പോൾ മീൻ വയ്ക്കുന്ന സ്ഥലം കാണാൻ പറ്റും. അങ്ങനെ പിടിക്കുന്ന അതായത് മുമ്പ് പറഞ്ഞ വെട്ടുന്ന കണ്ടെന്നോ പത കണ്ടെന്നോ ഒക്കെ പറഞ്ഞിട്ട് കുറെ സ്ഥലത്ത് ചെല്ലുമ്പോഴത്തേക്കും കാണാൻ പറ്റുക. മീൻ കാണാൻ പറ്റും. പിന്നെ മീനെ ശരിക്കും ക്ലിയർ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ അതിന്റെ നേരെ ഉന്നം വിറ്റ് ചെയ്യും അല്ലേ? രണ്ടും കൽപ്പിച്ചാണ് കേട്ടോ. ചേട്ടനാണെങ്കിൽ നോക്കി, ചേട്ടൻ കറക്റ്റായിട്ട് നോക്കി കണ്ടുപിടിക്കുന്നുള്ള ഒബ്സർവേഷൻ കുറേ ഭയങ്കരമുണ്ട്. കറക്റ്റായിട്ട് അറിയാം. അതൊക്കെ എന്നാണെങ്കിലും ചേട്ടനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും, മനസ്സിലാക്കാം അല്ലേ? അപ്പോൾ ഗൈസ് ഇതാണ് സത്യൻ ചേട്ടനാണ്. സത്യൻ ചേട്ടൻ അതെ സത്യൻ ചേട്ടനാണ്. ചേട്ടാ എങ്ങനെയാണ് ഇത്? ചേട്ടനാണ് കറക്റ്റ് ഇപ്പോൾ ലാസ്റ്റത്തെ 2 മീനെ ചേട്ടൻ കാണിച്ചു തന്നാൽ ഞങ്ങൾ നോക്കിയിട്ട് കാണാൻ പറ്റിയില്ല. നമ്മളെന്ന് പറഞ്ഞാൽ ചെറുപ്പം മുതലേ തോടുമായിട്ട് ജീവിക്കുന്ന ആളാണ്. മീൻപിടുത്തവും ചൂണ്ടയിടിയിൽ വലയിടിയിൽ എല്ലാ കാര്യമായിട്ട് ജീവിക്കുന്ന ആളാണ്. ഇന്നും വന്ന് നോക്കിയിട്ട് പോയതാണ്. പിന്നെ നമ്മുടെ പയ്യൻ അവനെ എപ്പോഴും ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്, അവൻ പിടിക്കാറുണ്ട്. അനിയൻപുള്ളിയായിട്ട് കമ്പനിയാണോ?
കമ്പനിയാണ്. പുള്ളി ഉന്നത്തിൽ ഏറ്റവും ഉസ്താദാണ്. ഉസ്താദാണ്. ആഹാ. കാണിച്ചു കൊടുക്കുന്ന മീനെല്ലാം പുള്ളിയാ പിടിച്ചോണ്ട് പോകും. പക്ഷേ ചേട്ടാ ഞങ്ങൾക്ക് പറഞ്ഞു കേട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഇതിങ്ങനെ കാണുകയും ഇവൻ ഇങ്ങനെ പോകുന്നൊക്കെ പറയും. മമ്മി എന്നോട് പറഞ്ഞു ഇതുപോലെ മീൻ പിടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൊണ്ട് ഒരു മീൻ തന്നായിരുന്നു. അത് ഏകദേശം 1 കിലോ ഉള്ള സിലോപ്പിയായിരുന്നു. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇത് എങ്ങനെയാണ് ചേട്ടാ ഈ മീൻ ഇന്ന സ്ഥലത്ത് ഉണ്ടെന്ന് ഏകദേശം ഒരു ഐഡിയ വെച്ച് നോക്കി പറയാൻ പറ്റും? പക്ഷേ നമ്മൾ ഈ തോടുമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഒരു പിന്നെ വലിയമീൻ കിടക്കുന്ന സ്ഥലവും അതായത് ചെറുമീൻ കിടക്കുന്ന സ്ഥലമൊക്കെ നമുക്ക് ഏറെക്കുറെ അറിയാം. കാരണം നമ്മൾ വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഫീൽഡിലുള്ളതാണ്. ഈ തോടുമായിട്ട് നമ്മൾ ജീവിക്കുന്ന ആളാണ്. മീൻപിടുത്തമായിട്ടും നിൽക്കുന്ന ആളാണ്. ഒരു കാലത്ത് പുലിയായിരുന്നല്ലേ? ഇപ്പോഴും പുലി തന്നെയാ. അതുകൊണ്ടല്ലേ മീൻ നോക്കി ഇന്നടത്ത് ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുവന്ന് കറക്റ്റായിട്ട് ഇപ്പം കാണിച്ചു തരുന്നത്. അവൻ വന്നാലും ഞാൻ പറയും ഇന്നടത്ത് നിൽപ്പുണ്ട്. പക്ഷെ നമ്മൾ പിടിക്കാൻ സമയം നമുക്ക് കിട്ടിയില്ലെങ്കിൽ പോലും അവർ പറയും എന്നടുത്ത് നിൽപ്പുണ്ടോ അത് ചെയ്തോ എന്ന് പറയും. അങ്ങനെയാണ് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇന്ന് വെയിലില്ല, ഇച്ചിരി വെയിലുള്ള സമയത്താണെങ്കിൽ ഇരുണ്ട കാലാവസ്ഥ കാണാൻ പറ്റുന്നില്ല അല്ലേ? അപ്പം വെള്ളത്തിന് ഒരു കറവലുണ്ട്. അപ്പൊ സന്ധ്യയായില്ലേ? അപ്പൊ ഏകദേശം ഒരു 3-4 മണിയൊക്കെ ആകുമ്പോലെ ഞങ്ങൾ ഒരു 3:30 കഴിഞ്ഞപ്പോൾ വന്ന കേട്ടോ. പക്ഷെ അപ്പോഴും ഇതുപോലൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എന്താ അറിയില്ല, ഇവർക്ക് അനിയനറിയാം, അവന് ഏകദേശം ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. 2-3 മണിയോട് കൂടിയൊക്കെ വരികയാണ്. ഇച്ചിരി വെയിലുള്ള സമയത്താണെങ്കിൽ നമുക്ക് മീനിനെ മുഴുവനായിട്ട് കാണാൻ പറ്റും. അടിയിൽ കിടക്കുന്ന മീനിനെ അല്ലാതെ മീനിനെ കാണാൻ പറ്റും. ഇപ്പം നമുക്ക് ഈ മറിഞ്ഞിരിക്കുന്ന മീൻ, പള്ളയടിയിൽ നിൽക്കുന്ന മീൻ നമുക്ക് കാണാൻ പറ്റിയല്ല. അല്ലാതെ ഈ വരാൽ എപ്പോഴും നമ്മൾ ഈ എപ്പോഴും അടിയിൽ കിടക്കുന്ന ഒരു മീനല്ല. അവനെപ്പോഴും ഈ ശ്വാസത്തിന് വേണ്ടി പുള്ളി മേളി വന്ന് വായു എടുക്കുന്നൊരു മീനാണ്. പ്രവണതയുള്ള മീനാണ്. ആ സമയത്ത് ഇത് പൊങ്ങി വരും. ആ സമയത്ത് നമുക്ക് കാണാൻ പറ്റില്ല. ഒരു സമയത്ത് അടിയിൽ കിടക്കുന്ന മീനല്ല. ശരിക്കും പറഞ്ഞാൽ വളരെ ക്ഷമയോടെ വേണം അല്ലേ ഈ രംഗത്തേക്ക് വരാൻ? കാത്തിരുന്നാൽ പ്രതിഫലമുണ്ട്. അതാണ് നമുക്കില്ലാത്ത. ക്ഷമയുള്ളവർക്ക് ക്ഷമയില്ല, ക്ഷമയുണ്ട്. അതുപോലെ തന്നെ ഇപ്പൊ ഈ ചൂണ്ടയിട്ട് പിടിക്കുന്ന രീതി മാറി ഇപ്പൊ എഴുതി പിടിക്കുന്ന അല്ലേ? അത് കുറെ ഭയങ്കര തന്നെയാണ്. അത് ഇതുപോലെ അത് കറക്റ്റായിട്ട് ഉന്നവും കാര്യങ്ങൾ വെച്ചാൽ ഇപ്പൊ ഒരെണ്ണം മാത്രമേ നമുക്ക് മിസ്സായിട്ടുള്ളൂ. ബാക്കിയെല്ലാം കിട്ടി, കണ്ടതെല്ലാം കിട്ടി. അപ്പൊ എന്താണെങ്കിലും നമുക്ക് ഇവിടെ കിട്ടിയ നമ്മുടെ ചേട്ടൻ സത്യൻ ചേട്ടനാണ്. സത്യൻ ചേട്ടാ താങ്ക് യു. അപ്പം ഇവിടുത്തെ വിശേഷങ്ങളും അതുപോലെ തന്നെ മീൻ പിടുത്തമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ചില സംശയങ്ങളൊക്കെ ഞങ്ങൾ ചോദിച്ചപ്പോൾ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ഉത്തരം നൽകി. ഇതിന് വാങ്ങി പോരാ കേട്ടോ. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ നമുക്ക് മീനൊക്കെ കിട്ടി. ഏകദേശം ഒരു 1.5-2 കിലോ അടുത്തോളം മീൻ കിട്ടിയിട്ടുണ്ട് അല്ലേ? അതെ 4 മീൻ കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഇത് കാണുന്ന ആദ്യമായിട്ട് ഇങ്ങനെ അനിയൻ ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്നത് കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കുന്നത് ഇന്ന് കാണാൻ പറ്റി. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ സമയം ഒരു 6:30 ആയിട്ടുണ്ട്. അറിയാലോ, ഞങ്ങളൊരു 3-3:30 കഴിഞ്ഞപ്പോൾ വന്നതാണ് കേട്ടോ ഇവിടെ. പക്ഷെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ നല്ല ക്ഷമയാണെന്നുള്ളതാണ് ഈ പരിപാടി. അപ്പൊ എന്നാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. അതെ ഗൈസ്, അപ്പോൾ നമ്മൾ മീനായിട്ട് വീട്ടിൽ വന്നിരിക്കുകയാണ്. വേണ്ട മീൻ എടുത്തിടാൻ പോവാണ് കേട്ടോ. നോക്കൂ. ബാക്കി ഇതേ ലാസ്റ്റ് കിട്ടിയ മീൻ മാത്രം, അതിന് മാത്രം ജീവനുള്ളൂ. ബാക്കിയെല്ലാം ചെത്തുന്നു അല്ലേ? ഗൈസ് മീൻ ഇവിടെ റെഡിയാണ്. ഇനി അടുത്ത് മീൻ വെട്ടുക എന്നുള്ള കടമ്പയാണ്. നമ്മളെ കൊണ്ട് അകത്തില്ല. അപ്പം നമ്മുടെ മാതാശ്രീയെ വിളിക്കണം. മമ്മിയാണ് മീൻ വെട്ടുന്നത്. മമ്മിയുണ്ട്, മൊബിനയുണ്ട്. മൊബിനായും കൂടി ആയിരിക്കും ഇതിടെ വെട്ടുന്നത്, മീൻ വെട്ടുന്നത്. പിന്നെ സെൽഫി ചെയ്യടി, ചുമ്മാ നോക്കി നിൽക്കാതെ. നമ്മുടെ മീൻ വീട്ടിൽ കൊണ്ടുവന്ന് മീൻ റെഡിയാക്കുവാണ്. അങ്ങനെ മീൻ വെട്ട് ആരംഭിച്ചിരിക്കുകയാണ്. ആദ്യമത്തെ മീൻ വെട്ടി റെഡിയാക്കിയിരിക്കുകയാണ്. ചെതമ്പലൊക്കെ ചിരണ്ടി എല്ലാം അടിപൊളിയാക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത്തെ മീൻ എടുത്തിരിക്കുകയാണ്. അതിന് വെട്ടാൻ തുടങ്ങിയിരിക്കുന്നു. അതിൻ്റെ ചെതമ്പലൊക്കെ കണ്ടോ, ഒരു പ്രത്യേക നാക്കാട്ടോ. സാധാരണ നമ്മൾ മേടിക്കുന്ന മീൻ പോലെ അല്ലല്ലോ ഈ ആറ്റുമീനും തൊട്ടുമീനൊക്കെ റെഡിയാക്കി എടുക്കുന്നത്. അതിന് പഴയ ആൾക്കാർ തന്നെ വേണം. അങ്ങനെ തകൃതിയായിട്ട് മീൻ വെട്ട് നടക്കുകയാണ് കേട്ടോ. രണ്ട് മരുമക്കളുടെ അകമ്പടിയോട് കൂടിയാണ്. രണ്ടുപേരും ഉണ്ട്. നീനടി കാഴ്ചക്കാരി മാത്രമാണോ? പിന്നല്ലാതെ എനിക്ക് വെട്ടാൻ അറിയത്തില്ല. ഇത് വെട്ടാൻ ഭയങ്കര പാടല്ലേ. ഞാൻ ഇത് വെട്ടിയിട്ടൊന്നുമില്ല. മൊബിന ഇതാണ് അനിയന്റെ ഭാര്യയാണ്. പുള്ളിക്കാരി എല്ലാം ചെയ്തേക്കാന്നാ പറഞ്ഞ. പക്ഷെ വന്നപ്പോ മമ്മി ഏറ്റെടുത്തു. മൊബിനക്ക് അറിയാം, വെട്ടാൻ അറിയാം? എന്നിട്ട് തന്നെ വെട്ടാതെ ഭയങ്കര വഴുവഴുപ്പാന്ന് മമ്മി പറഞ്ഞത്. ശരിയാണ്. ഞാൻ മുമ്പേ കയ്യിലെടുത്ത് നോക്കിയപ്പോൾ ഭയങ്കര വഴുവഴുപ്പ്. നമ്മുടെ കയ്യിൽ നിൽക്കുകയില്ല, തെന്നി പോവുക. ഇത് മമ്മിയാണെങ്കിലും ഇന്നത്തെ ചാരോ ഉപ്പൊക്കെ ഇട്ടൊക്കെ പിടിച്ചാലേ മീ. ഞങ്ങളിങ്ങനെ നോക്കി ഇടപാട് വരുന്നു. അതായത് നമുക്കുള്ള പരിപാടി നമ്മൾ പോയേക്കായിരുന്നു. 2 മീനുണ്ട്, റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാം റെഡിയാക്കി വേണ്ടത് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമുക്കിത് വറക്കാൻ വേണ്ടിയുള്ള പാകത്തിനാണ് കട്ട് ചെയ്തതും അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത്.
കണ്ടോ 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 നമ്മൾ കാണുന്ന പോലെ കേട്ടോ, സാധനം ക്വാണ്ടിറ്റി അത്യാവശ്യം ഉണ്ട് കേട്ടോ. എനിക്ക് തോന്നി ഒരു മീൻ തന്നെ ഒരു 3 കിലോ എടുത്തോണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പൊ ഇതേ മമ്മി നമ്മുടെ മീനെല്ലാം വെട്ടി കഴിഞ്ഞിട്ട് 2 കേട്ടോ, 2 വെട്ടി. ഞങ്ങൾക്കുള്ളത് ഇതേ ഇപ്പൊ ഞങ്ങൾ കൊണ്ടുപോകും കേട്ടോ. ഞങ്ങൾ വേറെയാണ് താമസിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇത് കൊണ്ടുപോയിട്ട് വറുത്ത് കൂട്ടാൻ വേണ്ടി അത്യാവശ്യം പെട്ടെന്ന് 2 വെട്ടി തന്നിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ബാക്കി വിശേഷം വീട്ടിൽ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പൊ അതേടെ നമ്മുടെ ഇവിടുത്തെ പരിപാടികൾ ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനി അതവിടെ കിടന്ന് വിളിക്കുന്നത് വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാം കഴിഞ്ഞു, ഞങ്ങൾ പോകാൻ വേണ്ടി ഇറങ്ങിയാണ്. ഇനി ഇത് ബാക്കിയുള്ള പ്രിപ്പറേഷൻസ് എല്ലാം നമ്മുടെ കിച്ചണിൽ. ഓക്കെ ഹായ്, അപ്പൊ നമ്മളിത് വീട്ടിലെത്തിയിരിക്കുകയാണ് കേട്ടോ. അമ്മയെ കൊണ്ട് മീനൊക്കെ വെട്ടി റെഡിയാക്കി വീട്ടിലെത്തിയിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി ഇത് വറുക്കാനുള്ള പരിപാടിയിലാണ്. അവന്മാരാണെങ്കിൽ അപ്പാപ്പി പിടിച്ച മീൻ വറുത്ത് കൂട്ടാൻ വേണ്ടി അങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുവാണ് കേട്ടോ. അപ്പൊ നമ്മൾ നാളത്തേക്കൊന്നും വെക്കുന്നില്ല, കാരണം നമുക്ക് ഫ്രഷ് ആയിട്ട് ഇന്ന് തന്നെ വറുത്തങ്ങോട്ട് കൂട്ടാം. മാർക്കാണേലും ഈ മീൻ വറുത്ത് വലിയ ഇഷ്ടമാണ്. ഇങ്ങനെ ഈ പിടിച്ച മീനെ തോട്ടുമീൻ വറുത്ത് കൂട്ടുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. ഇത് ഞാൻ നല്ല ഫ്രഷ് ആയിട്ടൊന്ന് കഴുകി റെഡി ആക്കിയിട്ടുണ്ട് കേട്ടോ. തെന്നലുണ്ട്, ഇങ്ങനെ നന്നായിട്ട് തെന്നുന്നുണ്ട്. പൊടിയൊക്കെ ഇടാൻ പോവുകയാണ്, കഴുകിയെല്ലാം വൃത്തിയാക്കിയിരിക്കുകയാണ്. അപ്പോൾ വേണ്ട ഞങ്ങളെല്ലാം പിള്ളേർക്ക് ആകാംക്ഷ ഒത്തിരി എരിവൊന്നും ഇടുന്നില്ല, അമ്മമാർക്കും കൂട്ടേണ്ടതുകൊണ്ട് ഒരുപാട് എരിവൊന്നും ഇടുന്നില്ല കേട്ടോ. കുറച്ച് മുളക് പൊടി, കുരുമുളക് പൊടി, മഞ്ഞപ്പൊടി, ശകലം മല്ലിപ്പൊടി. അത് മല്ലിപ്പൊടി ഞങ്ങൾക്ക് മീൻ വറുത്തതിന് ഇപ്പൊ നിർബന്ധമായിട്ടിരിക്കുകയാണ്. ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഇച്ചിരി ഉപ്പും ചേർത്ത് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് തിരുമ്മി എടുക്കുവാണ്. തിരുമ്മി വറുത്ത് നമുക്ക് കഴിക്കാം. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ. ചേർത്തിരിക്കട്ടെ, അരപ്പുകളൊക്കെ ചേർത്ത് നല്ല അടിപൊളിയായിട്ടാണ് സംഭവങ്ങൾ ചെയ്യുന്നത്. പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞങ്ങൾ മുന്നുമ്പോൾ ഞങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിലും മമ്മി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യുകയാണ്. എന്നാണെങ്കിലും അടിപൊളിയായിരിക്കും. ആരാണൊക്കെ ഭയങ്കര ആകാംക്ഷയോടെ ഷെഫായിരിക്കുന്ന വ്യക്തിയാണ്, പക്ഷെ സംസാരത്തിൽ മാത്രം. നീ ഉണ്ടാക്കുവോ? അതിനൊക്കെയുള്ള അവസരങ്ങൾ ഞങ്ങൾ പിന്നെ തരാം. അപ്പൊ അത് ചെയ്താൽ മതി. അല്ല, അവൻ ചെയ്യുന്നതാണ്, പക്ഷെ ഇവിടെ അവൻ അത്ര അങ്ങോട്ട് ഞാൻ സത്യം പറഞ്ഞാൽ അനുവദിക്കാറില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം. അവൻ അടച്ചു വെച്ചേനെ, എടുത്തു വെച്ച അപ്പൊ തന്നെ നമ്മുടെ കൂട്ടുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് ചേർത്തിരിക്കണം കേട്ടോ. മീൻ നല്ല അടിപൊളിയായിട്ട് എല്ലാ കൂട്ടുകളും ചേർത്ത് നല്ല സെറ്റാക്കിയിരിക്കുകയാണ്. അപ്പൊ ഗൈസ് താണ്ടെ നല്ല തിളച്ച എണ്ണയിലേക്ക് തന്നെ നമ്മുടെ മീൻ എടുത്തിടാൻ പോവുകയാണ് കേട്ടോ. അതേണ്ടേ അടിപൊളിയായിട്ടുണ്ട്. അവിടെ തകർത്തോടി തിളക്കുന്ന എണ്ണ ഇങ്ങനെ പൊരിച്ചെടുക്കുകയാണ് കേട്ടോ. കറിവേപ്പിലേക്ക് ഇട്ടു. എനിക്ക് എപ്പോഴും പേടിയാ. അങ്ങനെ കേസ് ഞങ്ങൾ ഇന്ന് അനിയന്റെ കൂടെ മീനൊക്കെ പിടിച്ചു. ഞങ്ങൾ നേരെ പോയി. സത്യത്തിൽ ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചൊന്നുമില്ല കേട്ടോ. നീ പ്രതീക്ഷിച്ച മീൻ കിട്ടുന്നത് ഇല്ല, ഇത്രയും കിട്ടുമെന്ന് ഓർത്തില്ല. അവൻ പറഞ്ഞു ഫ്രീ ആണ്, വരുവാണെങ്കിൽ നമുക്ക് മീൻ പിടിക്കാന്ന് പറഞ്ഞു. അവൻ എന്നാണെങ്കിലും ഞങ്ങൾ അവൻ്റെ കൂടെ പോയി മീൻ പിടിച്ചു. ഞങ്ങൾ പ്രതീക്ഷിച്ചതിലും ഉപരിയായിട്ട് മീനെ കിട്ടി. ഇത്രത്തോളം ഇപ്പൊ ഈ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ പറ്റി. അടിപൊളി. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏതാന്ന് ഓർക്കുന്നുണ്ടല്ലോ, നമ്മള് സിലോപ്പിയ, അതും അനിയൻ പിടിച്ച മീനായിരുന്നേ. അതും അടിപൊളിയായിരുന്നു അല്ലടി. അത് വേറെ, അത് നമ്മള് വാഴയിൽ പൊള്ളിക്കുക ചെയ്തത്. അതൊരു വലിയ സിലോപ്പിയായിരുന്നു. നമ്മള് വാഴയിലയിൽ പൊള്ളിച്ചെടുത്ത് അത് പുള്ളി പിടിച്ചോടനെ നമുക്ക് കൊണ്ട് തരുക ചെയ്ത്. പക്ഷെ അതും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത് വരാലാണ്, ഇത് അതിലും ടേസ്റ്റ് ആണെന്ന് പറയുന്നത്. വരാലാണ്, നല്ല ടേസ്റ്റ് ആണ്. കണ്ട നമ്മുടെ അപ്പൂസും ആരോണൊക്കെ ഇങ്ങനെ അപ്പൂസിന് എന്തോ ഒരു ഭയങ്കര കുസൃതിയാകുന്നു. എന്നാ പരിപാടിയായിരുന്നു? 24 മണിക്കൂർ മഴക്കാ രണ്ടും കൂടെ. അതെ അതെ. അങ്ങനെ നമ്മുടെ നല്ല മീൻ എന്താണ് ഇങ്ങനെ തകർത്ത് വരുവാണ്. നല്ല നല്ല പൊരിച്ചെടുക്കുകയാണ്. പൊട്ടിത്തെറിയൊക്കെ നടക്കുന്നുണ്ടോ ഇടയ്ക്ക്? ഇവക്ക് എന്നാ ഇവക്ക് ഭയങ്കര പേടിയാണ്. നീ പേടിക്കുന്നുണ്ടോ ഏറ്റവും കൂടുതൽ ഇങ്ങനെ വരുന്നത്? കഴിച്ചാൽ തന്നെ നമ്മുടെ മീൻ
ആദ്യ സെക്ഷൻ മറിച്ചിടാൻ പോവുകയാണ് കേട്ടോ. കേസ് ദേ അപ്പം മീൻ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താമസമുണ്ട്, ഞങ്ങൾ ഇത്ര നേരം അവിടെ ആയിരുന്നു. അപ്പോൾ നമ്മുടെ അപ്പുസോടൊന്ന് കുറേ പാട്ടുകളൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ആഗ്രഹം അവനെ കൊണ്ട് പാട്ട് പഠിച്ച കൊള്ളാണ്. അപ്പോൾ സാർ നീ ഇപ്പോൾ ഒരു പാട്ട് പാടാൻ റെഡിയല്ലേ? ഏത് പാട്ട് പാടാനാ? അവൻ്റെ സ്ഥിരം പാട്ടാട്ടോ. അവന് കഴിഞ്ഞ ഒരു ചെറിയ റീല് പാടിയിട്ട പാട്ടാണ്. അപ്പോൾ എന്താണെങ്കിലും ആ മീൻ വറക്കാൻ ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്തിന് നമുക്ക് ഇതേ അപ്പൂസിൻ്റെ ഒരു ചെറിയ പാട്ട് കേൾക്കാം. എന്നാ പാടിക്കടാ. അമ്പലിക്കരയ്ക്കുള്ളില് ചോര കണ്ടുയൽ അമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് നെത്തിരച്ചെല്ലത്തിരും താനെ വരിഞ്ഞു കേറും ദൂരത്ത് നെത്തിരച്ചെല്ലത്തിരും പാലക്കോളത്തുള്ളൊരാ മുന്നിൽ തെളിഞ്ഞു വരും ആകാശ നക്ഷത്രങ്ങൾ വിക്കെല്ലാം തെറ്റാതെ മാറ്റിത്താഴും കുഞ്ഞിലവാവേ കഥ കേട്ട് നില്ല് ചിരികൂട്ട് മാറി ചൂടി ഉറങ്ങ ഉറങ്ങ പൊന്നെ തളരാതെയോമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളരെ വളരെ അടിപൊളി 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 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്ന് മീൻ വറുത്ത് കൂട്ടിയാണ് നമ്മൾ തകർക്കുന്നത്. ചോറിന്റെ കൂടെ മീൻകുട്ടി മീൻ എങ്ങനെയാ നമ്മുടെ അടുത്ത് വന്നേ? എങ്ങനെയാ? പിടിച്ചോണ്ട് ആരാ പിടിച്ചത് തന്നെ മീൻ? അപ്പാപ്പി ആണോ? അപ്പാപ്പിക്ക് ഹായ് കൊടുത്തേക്ക്. അപ്പൊ ഞങ്ങളെല്ലാം ആകാംക്ഷയോടെ നിൽക്കുന്നു കേട്ടോ. ഞാൻ പാടുന്നില്ല, പിന്നെ പറയേ, നീ ജസ്റ്റ് ഇപ്പൊ പാടിയ പാടിയാ മതി. ഇന്നെത്ര നല്ലൊരു പാടുമായിരുന്നു. അപ്പൊ അപ്പൂസിന്റെ പാട്ട് കേട്ടു, ലിൻസിയുടെ പാട്ട് കേട്ടു. ആരും പാടുന്നുണ്ടോടാ? ഗൈസ്, അപ്പോൾ നമ്മുടെ നേട്ട മീൻ നല്ലട്ട് മുറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊരു ഫൈനലായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇത്രയും പറയടി. ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മീനൊക്കെ വറുത്തതാണ് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മറ്റൊരു സെക്ഷൻ വർക്കായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ഒരു രക്ഷയില്ല മണം കൊണ്ട്. അതുകൊണ്ട് ഞങ്ങൾ രണ്ട് ആദ്യത്തെ സെക്ഷൻ ഞങ്ങൾ എടുത്തു, ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാനിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും വളരെ ആകാംക്ഷയോട് കൂടിയാണ്. അപ്പോൾ എന്നാണെങ്കിലും ഞങ്ങൾ ടേസ്റ്റ് ചെയ്യാൻ പോവാണ് കേട്ടോ. ടിരു തുടങ്ങിയോ? നല്ല ചൂടുണ്ട്. ചൂടാ, രക്ഷയില്ല. ഞാൻ ടേസ്റ്റ് ചെയ്ത് തോട്ടുമീനിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ആരും ചൂട് മാറിയിട്ടില്ല. പക്ഷെ എന്നാലും അതുവരെ നോക്കിയിരിക്കാനുള്ള ഒരു ക്ഷമ ഞങ്ങൾക്ക് ഇല്ല എന്നുള്ളത് സത്യമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ പിടിച്ച മീൻ, അനിയൻ പിടിച്ച മീനാണ്. ഞങ്ങൾ പോയി എൻ്റെ വീഡിയോസ് ഒക്കെ എടുത്തു. നമ്മൾ തന്നെ പ്രശ്നം ചെയ്ത് മണ്ണിനെ കൊണ്ടെല്ലാം റെഡിയാക്കിയിട്ട് ഞങ്ങളോട് ഒന്ന് വറുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ്, അപ്പോൾ അതിലൊരു പ്രത്യേക സന്തോഷം പറയാതിരിക്കാൻ പറ്റുമല്ല. അപ്പോൾ എന്താണെങ്കിലും ഞാനും ടേസ്റ്റ് ചെയ്യാൻ പോകണം കേട്ടോ. സൂപ്പറാണ് കേട്ടോ, പറയാതിരിക്കാൻ പറ്റില്ല. അടിപൊളി. ദീർഘം നീന്ന് മൊത്തം വേണമെന്നാണ് തോന്നുന്നത്. എന്നാണെങ്കിലും നല്ല എരിവുണ്ടല്ലോ, അത്യാവശ്യം എരിവുള്ളൂ. അപ്പോൾ എന്താണെങ്കിലും അടിപൊളിയായിരുന്നു. ഒരു പ്രത്യേക ടേസ്റ്റാണ്, അത് പറയാതിരിക്കാൻ പറ്റുകയില്ല. എന്നാ കാര്യം പറയാനുള്ളൂ? സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം. അടുത്തൊരു വീഡിയോ ഇട്ട് വരുമ്പോൾ ബൈ. പുള്ളി പറഞ്ഞ് സ്ഥിരം പറയാവുന്ന ഡയലോഗ് തന്നെയാട്ടോ. അപ്പം തീർച്ചയായിട്ടും ഞങ്ങൾ ഒന്നുകൂടെ പറയുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് വേണം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞങ്ങൾ വീണ്ടും വരാം. അതുവരെ ബൈ.